പാതിവില തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിനെ തേടി അന്വേഷണ സംഘം. അനന്തകൃഷ്ണന് പിന്നിൽ മറ്റാരോ കൂടിയുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. അനന്തുവിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ആദ്യം കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ വഴി തട്ടിപ്പ് നടത്താനായിരുന്നു അനന്തകൃഷ്ണൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് നടക്കാതെ വന്നതോടെ പ്ലാൻ ബിയുമായി രംഗത്തെത്തി. അതാണ് CSR തട്ടിപ്പ്. CSR തുക ആവശ്യപ്പെട്ട് 200 കമ്പനികൾക്ക് കത്തയച്ചെങ്കിലും ഒരു മറുപടിയും ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് NGOകളെ കരുവാക്കി ആളുകളിൽ നിന്ന് നേരിട്ട് പണം തട്ടിയെടുത്തത്. എറണാകുളം, ഇടുക്കി റൂറൽ മേഖലകളിൽ മാത്രം 800 പരാതികളിൽ 15 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം വന്നിരുന്ന അനന്തകൃഷ്ണന്റെ പ്രൊഫഷണൽ സർവീസ് ഇന്നവേഷൻ എന്ന സ്ഥാപനത്തിനു വേണ്ടി NGO കോൺഫെഡറേഷനിൽ ചില ബൈലോ ഭേദഗതികൾ വരുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സായി ഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാറിന് 2 കോടി രൂപ നൽകിയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ CSR തുക എത്തിയിട്ടില്ലെന്നാണ് പോലീസ് നിഗമനം. കമ്പനികളുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് അനന്തകുമാറിനെ സമീപിച്ചതെന്നും അനന്തകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു. തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.